നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അവഗണന നേരിടുന്ന മേഖല സ്വഭാവ മേഖലയാണ്. വിജയകരമായ പ്രവർത്തനത്തിന് ഒരു മനുഷ്യൻ പഠിച്ച മുഴുവൻ കാര്യങ്ങളുടെ ആവശ്യമായി വരുന്ന പങ്ക് 15% ആണെന്നും ബാക്കി 85% സ്വഭാവ ഗുണമാണെന്നും കണക്കുകൾ പറയുന്നു. നല്ല വിദ്യാഭ്യാസമുള്ളവർ വളരെയാണ്. എന്നാൽ നല്ല സ്വഭാവമുള്ളവർ എത്ര പേരുണ്ട്? ആഗ്രഹിക്കുന്നവരെ സൽസ്വഭാവികളാക്കി രൂപാന്തരപ്പെടുത്തുന്ന സമാധാന പ്രഭുവിന്റെ പ്രഭയാൽ പ്രശോഭിതരായ പ്രതിഭകൾ എന്നും നമുക്കൊരഭിമാനമാണ്. പരിണാമമാണോ ബൗദ്ധിക രൂപകൽപ്പനാവാദമാണോ ശരിയെന്ന് കണ്ടുപിടിക്കേണ്ടത് ബുദ്ധിജീവികളായ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ തർക്ക വിഷയത്തിന് ഉത്തരമുണ്ടോ? ഇന്നത്തെ സംപ്രേഷണം ആ സത്യത്തിന് അടിവരയിടുന്നു. വൈദ്യശാസ്ത്രത്തിൽ റേഡിയോ ഐസോടോപ്സ് എങ്ങനെ പ്രായോഗികമാക്കാമെന്ന വിഷയത്തെപ്പറ്റി നടത്തിയ ഗവേഷണത്തിന് ഡോക്ടറേറ്റ് സമ്പാദിച്ച ആളാണ് ഡോക്ടർ ജോർജ് സാമുവേൽ. അദ്ദേഹം സുപ്രസിദ്ധനായ ഒരു ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കൂട്ടത്തിൽ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപദേഷ്ടാവുമാണ്. അതുമാത്രവുമല്ല, നവജീവോദയം സെന്ററിന്റെയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെയും ഡയറക്ടറായി സേവനം അദ്ദേഹം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽറ്റി ഡീനായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് മിടുക്കരായി എഞ്ചിനീയറാകാനും ഡോക്ടറാകാനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാകാനോ അധ്യാപകനാകാനോ മറ്റേതെങ്കിലും തൊഴിൽ തിരഞ്ഞെടുത്ത് നേട്ടങ്ങൾ കൈവരിക്കാനോ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒരു വിദഗ്ധനായ ഡോക്ടറായാൽ മാത്രം പോരാ ആ കുട്ടി, പിന്നെയോ ഒരു നല്ല മനുഷ്യൻ കൂടെ ആയിത്തീരണം. നല്ല മനുഷ്യനാകാതെ കേവലം വിദഗ്ധ ഡോക്ടറായതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ നല്ല മൂല്യാവബോധമുള്ളവനാക്കി ആ കുട്ടിയെ വളർത്തി പഠിപ്പിച്ചെടുക്കുക എന്നതിൽ നല്ല മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അനേകം നേട്ടങ്ങൾ നാം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശാസ്ത്രത്തെ എപ്രകാരം മനുഷ്യനന്മയ്ക്ക് ഉപയോഗിക്കണമെന്നുള്ളതിന് മാർഗനിർദ്ദേശം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ഫിസിക്സിൽ PhD ബിരുദധാരിയാണ്. മാത്രവുമല്ല, തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് സ്വന്തമായിട്ടുള്ള ആളാണ്. അതിനു പുറമെ ക്വാണ്ടം ഫിസിക്സിൽ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ആന്തരിക ഘടനയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്റെ ഫ്രണ്ട് സർക്കിളില് ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകം വിശ്വസിക്കാനേ സാധിക്കത്തില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ഓക്കെ, ഈ പ്രസ്താവന കേട്ടു തുടങ്ങിയിട്ട് ഒരു 3 ദശാബ്ദങ്ങളായി. ഈ 3 ദശാബ്ദങ്ങളിൽ ഇങ്ങനെ ഈ പറയുന്നവരോടൊക്കെ സാധാരണ ഞാൻ തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ശാസ്ത്രയുഗത്തിൽ ബൈബിൾ വിശ്വസനീയമല്ലെങ്കിൽ എന്തുകൊണ്ട് വിശ്വസനീയമല്ല? ഏതെല്ലാം കാര്യങ്ങളിലാണ് ശാസ്ത്രം ബൈബിളിനെ തെറ്റെന്ന് തെളിയിച്ചത്? അതിന്റെ ഒരു ലിസ്റ്റ് വല്ലതും തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നവർക്ക് പിന്നെ മറുപടി ഇല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയട്ടെ. ആൻഡ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ബൈബിള് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ബൈബിളിൽ ധാരാളം തെറ്റുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിച്ച് തെളിവില്ലെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇന്ന് ധാരാളം ആളുകൾ, ഈവൻ ശാസ്ത്രജ്ഞന്മാർ പോലും ബൈബിളിലേക്ക് തിരിയുന്നുണ്ട്. അങ്ങനെ ഓൾ ഓവർ ദ വേൾഡ് ബൈബിളിലേക്കൊരു മടങ്ങിവര ഉള്ളത് കൊണ്ടാണ് ബൈബിൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതും വിൽക്കപ്പെടുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നവരോട് പറയാനൊരു സ്പെഷ്യൽ ഒരു കാര്യമുണ്ട്. ശാസ്ത്രയുഗത്തിൽ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല, സാധ്യമല്ല എന്ന് പലരും പറയുന്നുണ്ട്. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. നേരെ മറിച്ച് കഴിഞ്ഞ 150 വർഷങ്ങളിൽ നാം കാണുന്ന ഡെവലപ്മെന്റ്സ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് പകരം മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സയൻസിന്റെ പേരിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വിഷയം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പരിശോധിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ധാരാളം ബുക്സ്
ജേർണൽസ് ഇന്ന് ലഭ്യമാണ്. വിജ്ഞാനത്തിനും വിശകലനത്തിനും ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് ചില ഗ്രന്ഥങ്ങളും വെബ്സൈറ്റുകളും ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ബൈബിളും ശാസ്ത്രജ്ഞന്മാരും. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പതിറ്റാണ്ടുകളിൽ ബൈബിൾ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം ആയിരക്കണക്കായി ഉയർന്നുവെന്നത് ആശ്ചര്യകരമായി തോന്നാം. അതൊരു യാഥാർത്ഥ്യമായി ഇന്നും തുടരുകയാണ്. ബൈബിൾ വിശ്വസനീയമല്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു ചിന്താവിഷയമായെങ്കിൽ നന്നായിരുന്നു. ദ ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി CRS ഒരു സുപ്രധാന ശാസ്ത്ര സംഘടനയാണ്. 1963 കേവലം 10 ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയ CRS ഇപ്പോൾ 700 ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനയാണ്. 2000 മറ്റ് മെമ്പർമാർ ഇവർക്കൊപ്പം സഹായത്തിനായിട്ടും ഇവരോടൊപ്പം ഉണ്ട്. ബൈബിൾ ദൈവവിശ്വാസിയ വചനമെന്നും ഉൽപ്പത്തി പുസ്തകവും ശാസ്ത്രീയമായും ചരിത്രപരമായും വിശ്വസനീയമെന്നും ഇവർ തെളിയിക്കുന്നു. ദ ബൈബിൾ സയൻസ് അസോസിയേഷൻ BSA CRS തുടങ്ങിയ ശേഷം 1963 തന്നെ BSAയും പ്രവർത്തനം തുടങ്ങി. ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ പ്രവർത്തനമാണിത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രിയേഷൻ റിസർച്ച് ICR 1970 ആരംഭിച്ചു. ഇതൊരു ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനവും കൂടെയാണ്. ബൈബിൾ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ഇതാ ചില വെബ്സൈറ്റുകൾ: www.icr.org, www.answersingenesis.org. ആശ്വാസകരവും ആധികാരികവുമായ വചന പഠനത്തിന് സന്ദർശിക്കുക www.apologeticscourses.com, freecourses.org, biblicalarchaeology.net, biblequery.org, BIBLEQUERY.org, historycart.com, HISTORYCART.com. ദൈവത്തിന്റെ ഭാഷ ഒരു ശാസ്ത്രജ്ഞൻ വിശ്വാസത്തിനുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നു. ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ്. ഇംഗ്ലീഷ് ബുക്ക് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്, എ സയൻസ് പ്രസന്റ്സ് എവിഡൻസ് ഫോർ ബിലീഫ്. ഓക്സ്ഫോർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുതിയ പുസ്തകമാണ് ഗോഡ് ഡെല്യൂഷൻ, ദൈവവിഭ്രാന്തി. നിരീശ്വരവാദികൾക്ക് ഉറക്കക്ഷീണമകറ്റി ഒരു ഉണർവ് പകർന്ന അനുഭവമായിരുന്നു ഈ ഗ്രന്ഥം. ദൈവവിശ്വാസികളെ ഭ്രാന്തന്മാരായി ചിത്രീകരിക്കുന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഈ ഗ്രന്ഥത്തിന് അവകാശപ്പെടാനില്ല. എന്നാൽ ദൈവവിഭ്രാന്തി മറ്റൊരു പുസ്തകത്തിന് വഴി തുറന്നു. അതാണ് ദൈവത്തിന്റെ ഭാഷ ഒരു ശാസ്ത്രജ്ഞൻ വിശ്വാസത്തിനുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നു എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം. 2400 ശാസ്ത്രജ്ഞന്മാരുടെ മേധാവിയായി ജനിതക ശാസ്ത്രത്തിന്റെ കോഡുകൾ നിരത്തുവാൻ അമേരിക്കൻ ഭരണകൂടത്തിന് നിയോഗം ലഭിച്ച് പഠനം പൂർത്തിയാക്കുകയും ചെയ്ത പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ കോളിൻസാണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ്. ഇന്റർനെറ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പുസ്തകം കമ്മ്യൂണിസം അകത്തും പുറത്തും ബൈ JC ദേവ്. സൃഷ്ടിയോ പരിണാമമോ ബൈ റോബർട്ട് വെബർ. സൃഷ്ടിയെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും പരിണാമവാദത്തിന്റെ ശാസ്ത്രീയ അടിത്തറ ഇല്ലായ്മയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. ബൈബിൾ ആധികാരികമെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു ബൈ ഡോക്ടർ ഫറീദ് അബു റാമെ. ബൈബിൾ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർ ജോൺസൺ C ഫിലിപ്പ്, ഡോക്ടർ സനീഷ് ചെറിയാൻ. ഈ 2 പുസ്തകങ്ങളും GLS പത്തനംതിട്ട ബുക്ക് ഷോപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്വയം ഉണ്ടായോ എന്ന് യോജിക്കുവാനാകുന്നില്ല. പ്രസിദ്ധ കെമിക്കൽ ശാസ്ത്രജ്ഞൻ E.C. കോൺഫേർഡ് അദ്ദേഹം എഴുതിയ ദ എവിഡൻസ് ഓഫ് ഗോഡ് ഇൻ ആൻ എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് ബൈ E.C. കോൺഫേർഡ് വളരെ പ്രസിദ്ധമായ വായിച്ചിരിക്കേണ്ട ഒരാധികാരിക ഗ്രന്ഥമാണ്. ദ ഇമ്പാക്ട് ഓഫ് ബൈബിൾ ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, പ്രിന്റിംഗ്, പബ്ലിക്കേഷൻ, ജേർണലിസം, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. ഇംഗ്ലീഷ് പുസ്തകം. അതിന്റെ മലയാള പരിഭാഷ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭാരതീയ ഭാഷകളിൽ ബൈബിളിന്റെ സ്വാധീനത ബൈ ഡോക്ടർ ബാബു വർഗീസ്, മൈലപ്ര. 301 ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ ഉത്തരം ബൈ ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. ബിഗ് ബാങ്ങും സൂപ്പർ നാച്ചുറൽ പവറും. ഈ വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകങ്ങളും വെബ്സൈറ്റുകളും വിസിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് ചില പ്രസിദ്ധീകരണങ്ങൾ: യുക്തിവാദം ശനിദശയിൽ, ശാസ്ത്രവും ബൈബിളും, നിരീശ്വരന്റെ ചോദ്യങ്ങൾക്ക് ബൈബിളിന്റെ മറുപടി. ഈ 3 പുസ്തകങ്ങളും ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി MA PhD എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹവുമായി ബന്ധം പുലർത്താവുന്നതാണ്. പുതിയ മനുഷ്യൻ ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ. ശാസ്ത്രയുഗത്തിൽ ബൈബിൾ വിശ്വസനീയമോ ബൈ KV ജോർജ് MA MDH. ബൈബിളും പുരാവസ്തു ഗവേഷണവും KV ജോർജ് MA MDH, പത്തനാപുരം. അതുപോലെ ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് ബൈ ഡോക്ടർ ജോൺസൺ C ഫിലിപ്പ് PhD. ഈ പുസ്തകങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കുകയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനത്തിനും വിശകലനത്തിനും ആധികാരികമായ ചിന്തയ്ക്കും ഉപയോഗയോഗ്യമാക്കി തീർക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അന്ത്യനാഴിക എന്നുള്ള ഓഡിയോ CDയിലെ ഇസ്രയേലും ലോകരാഷ്ട്രങ്ങളും ഇസ്രയേലിന്റെ ചരിത്രം, ബൈബിൾ പ്രവചനങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ കുറെ പുസ്തകങ്ങൾ ഞങ്ങൾ വീണ്ടും പരിചയപ്പെടുത്തുന്നു. എവർലാസ്റ്റിംഗ് ഹേറ്റഡ് ബൈ ഹാൾ ലിൻസെ 2002 ബൈ ഓറക്കിൾ ഹൌസ് പബ്ലിഷ് ചെയ്തു. പ്രോമിസ് ലാൻഡ് പബ്ലിഷ്ഡ് ബൈ ഡെറക് പ്രിൻസ് മിനിസ്ട്രീസ് 1982. എഡ്ഗർ C ജെയിംസ് എഴുതിയ അറബ് ഓയിൽ ആൻഡ് അർമഗദ്ദോൻ എന്നുള്ള പുസ്തകം വളരെ പ്രസിദ്ധമാണ്. മൂഡി പ്രസ് ചിക്കാഗോ പബ്ലിഷ് ചെയ്തു.
ഡേവിഡ് അലൻ ലൂയിസ് എഴുതിയ സയൻസ് ഓഫ് ഹിസ് കമ്മിങ് ന്യൂ ലീഫ് പ്രസ് 97 പബ്ലിഷ് ചെയ്തു. ടിം ലാഹെ എഴുതിയ ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് ടിൻഡെയിൽ ബുക്ക് പബ്ലിഷ് ചെയ്തു. ഹാൾ ലിൻസെ എഴുതിയ ദ ലേറ്റ് ഗ്രേറ്റ് പ്ലാനറ്റ് എർത്ത് ലേക്ക് ലാൻഡ് പബ്ലിഷേഴ്സ്. എ ഹിസ്റ്ററി ഓഫ് ദ ജൂസ് എന്ന പുസ്തകം ബൈ പോൾ ജോൺസൺ പബ്ലിഷ്ഡ് ബൈ ഹാർപ്പർ പെർനെയർ ആൻഡ് റോ പബ്ലിഷേഴ്സ്. ജെറുസലേം ദ ബയോഗ്രഫി സൈമൺ സിബാഗ് മുണ്ടേഫ്യോർട്ട്. ഈ പുസ്തകം ഇസ്രയേലിൽ അച്ചടിച്ചിട്ടുള്ളതാണ്. ക്രാഷ് കോഴ്സസ് ഇൻ ജൂയിഷ് ഹിസ്റ്ററി പബ്ലിഷ്ഡ് ബൈ ടാർഗം പ്ലസ് ഇന്റർനാഷണൽ USA. നോർമ പാരിഷ് ആർച്ച്ബോൾഡ് എഴുതിയ ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ. അതുപോലെ ദ ടെമ്പിൾ ആൻഡ് ബൈബിൾ പ്രോഫസി പബ്ലിഷ്ഡ് ബൈ ഹാർവസ്റ്റ് ഹൌസ് പബ്ലിഷിംഗ് ഒറിഗൺ. ജോൺ വെസ്ലി വൈറ്റിന്റെ പുസ്തകമായ ദ വേൾഡ് വാർ തേർഡ് എന്നത് നല്ലൊരു ഗ്രന്ഥമാണ്. സോണ്ടർവൻ പബ്ലിഷിംഗ് ഹൌസ്. ജോൺ എഫ് വാൽവൂഡിന്റെ നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ്. അദ്ദേഹം ഡാളസ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രസിദ്ധനായ ഒരു വേദശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ DJ പെന്റക്കോസ്റ്റ് എഴുതിയ തിങ്സ് ടു കം എന്ന പുസ്തകവും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ പുസ്തകങ്ങൾ വാങ്ങുക, വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അനേകം ആളുകൾക്കും സംശയമാണ്. രണ്ടു വശത്തും അതിപ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുമുണ്ട്. പരിണാമമാണോ ബൗദ്ധിക രൂപകൽപ്പനാവാദമാണോ ശരിയെന്ന് കണ്ടുപിടിക്കേണ്ടത് ബുദ്ധിജീവികളായ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ തർക്ക വിഷയത്തിന് ഉത്തരമുണ്ടോ? ഈ തർക്ക വിഷയങ്ങളിൽ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് നമ്മെ സഹായിക്കുവാൻ AK സ്കറിയ സാർ നമ്മോടൊപ്പമുണ്ട്. ഈ പ്രപഞ്ചം പൊട്ടിത്തെറിയുന്നുണ്ടായെന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറയാറുണ്ട്. ഒരാള് എയിൻസ്റ്റീനാണ്, മറ്റൊരാള് ഐസക് ന്യൂട്ടനാണ്. ചിലർ പറയുന്ന ഐസക് ന്യൂട്ടനാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ശാസ്ത്രജ്ഞൻ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഈ പൊട്ടിത്തെറിച്ചുണ്ടായി അല്ലെങ്കിൽ ഇതെല്ലാം യാദൃശ്യമായിട്ടുണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്. അദ്ദേഹം പരീക്ഷണശാലയിൽ വന്നു. അപ്പോൾ എപ്പോഴും ദൈവം ഇല്ല, ഇതെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടായെന്നാണ് പറയുന്നത്. ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യുന്നു? സോളാർ സിസ്റ്റത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി ലാബറട്ടറി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഐസക് ന്യൂട്ടന്റെ ഫ്രണ്ട് വന്നു. അദ്ദേഹത്തിന് ഈ മോഡൽ കണ്ടപ്പോൾ വളരെ ആശ്ചര്യമായിട്ട് തോന്നി. അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെങ്ങനെ ഈ മോഡൽ, ഇത് ആരാ ഇത് ഡിസൈൻ ചെയ്തത്, ആരാണ് ഇത് നിർമ്മിച്ചത്? ഐസക് ന്യൂട്ടൻ പറഞ്ഞു, അത് പൊട്ടിത്തെറിച്ചുണ്ടായതാണ്, ആരും നിർമ്മിച്ചതല്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ യുക്തി പറഞ്ഞു, അങ്ങനൊന്നും ഈ മോഡൽ ഉണ്ടാകത്തില്ല, ആരെങ്കിലും ഉണ്ടാക്കിയതാണ്, ആരുണ്ടാക്കിയെന്ന് അദ്ദേഹത്തിന് അറിയണം. ഐസക് ന്യൂട്ടൻ പറയുന്നു, പിന്നെയും പറഞ്ഞു, ഇത് പൊട്ടിത്തെറിയുടെ ഫലമായിട്ടുണ്ടായതാണ്. നോക്കണം, ഈ അതിഭയങ്കരമായ പ്രപഞ്ചം പൊട്ടിത്തെറിച്ചെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞൻ മോഡലില് ഒരു ഡിസൈനർ വേണം, അല്ലെങ്കിൽ ഒരു കാരണക്കാരൻ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഞാൻ പറയുന്ന ഇൻവെർട്ടർ ലോജിക് എന്നാണ്, തലതിരിഞ്ഞ യുക്തി. സൗരയൂഥവും പ്രപഞ്ചവും ഒക്കെ പൊട്ടിത്തെറിച്ചുണ്ടായി, മോഡലിന് ആരും വേണ്ട, തന്നെ ഉണ്ടായി എന്ന് പറയുന്നത് തലതിരിഞ്ഞ യുക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മോഡൽ ഉണ്ടാകണമെങ്കിൽ ഒരു ബുദ്ധി സംവിധാനം വേണം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിലും ഒരു ബുദ്ധി സംവിധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രജ്ഞന്മാർ അടുത്തിടെ കണ്ടുപിടിച്ചൊരു വലിയ സത്യം, പ്രപഞ്ചത്തിന് ആരംഭമുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരെ എനിക്ക് കോട്ട് ചെയ്യാം. ഒരാളെ പോൾ ഡേവിസ് ആണ്. പോൾ ഡേവിസ് പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സയന്റിഫിക് ഡിസ്കവറി ഓഫ് അവർ ഏജ് ഈസ് ദാറ്റ് ദ ഫിസിക്കൽ യൂണിവേഴ്സ് ഡിഡ് നോട്ട് ഓൾവേസ് എക്സിസ്റ്റ്. ഈ ഭൗതിക പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതായത് ഒരു സിറ്റുവേഷൻ, പ്രപഞ്ചമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് പ്രപഞ്ചം ഉണ്ടാകും. അതായത് പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഉണ്ടെന്നുള്ളത് തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്. അതുപോലെ ഞാൻ വേറൊരു സയന്റിസ്റ്റിനെ കോട്ട് ചെയ്യാം. നാസയുടെ ഒരു വിങ് ആണ് ഗോഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗോഡാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറും ഫൗണ്ടറുമായ അദ്ദേഹത്തിന് പേര് റോബർട്ട് ജാസ്ട്രോ. അദ്ദേഹം ഗോഡ് ആൻഡ് ആസ്ട്രോണമർ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നത്, there are 3 lines of evidence that universe has got a beginning: history of the stars, the motion of galaxies and the laws of thermodynamics. 3 റീസൺ ഉണ്ട് ഈ പ്രപഞ്ചത്തിന് ആരംഭം ഉണ്ടെന്നുള്ളതിന്. ഒന്ന്, നക്ഷത്രങ്ങളുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ദ സ്റ്റാർസ്. മോഷൻ ഓഫ് ദ ഗാലക്സീസ്, ഗാലക്സികളിലെ ഈ ചലനം. മൂന്നാമത്, ദ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ബയോളജിയിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഒരു വിപ്ലവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സയൻസ് വളർച്ചയിൽ.
Science is a process in which old and less accurate ideas should be constantly replaced with new and more accurate ideas. സയൻസ് വളരണമെങ്കിൽ എങ്ങനെയാണ്? തെറ്റായിട്ടുള്ളതും പഴയതുമായ ആശയങ്ങളെ തള്ളിക്കളഞ്ഞ് പുതിയതും ശരിയായിട്ടുള്ള ആശയങ്ങളെ സ്വീകരിക്കുമ്പോഴാണ് സയൻസ് വളരുന്നത്. അൺഫോർച്യുനേറ്റ്ലി കഴിഞ്ഞ 153 വർഷമായിട്ട് ഈ തെറ്റായിട്ടുള്ള ആശയമാണ് ബയോളജിയിലുണ്ട്. ബയോളജി മാത്രമല്ല, അത് എല്ലാ ഫീൽഡിലേക്കും കയറിയിരിക്കുകയാണ്. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം. ഒരു മുട്ടുസൂചി പോലും തനിയെ ഉണ്ടാകാനൊക്കത്തില്ല. ഏത് മെഷീൻ ഉണ്ടാകണമെങ്കിലും ഒരു ഇന്റലിജന്റ് ഡിസൈനർ വേണം. എല്ലാ മെഷീനും സയന്റിഫിക് ലോസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാമറയാണെങ്കിൽ ഒപ്റ്റിക്സിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോട്ടറാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഫാരഡേസ് ലോസ് അനുസരിച്ചാണ്, ഇലക്ട്രിസിറ്റിയുടെ ലോസ് അനുസരിച്ചാണ്. ബട്ട് നോ ലോ ക്യാൻ പ്രൊഡ്യൂസ് എ മോട്ടർ, നോ ലോ ക്യാൻ പ്രൊഡ്യൂസ് എ ക്യാമറ. ആൻ ഇന്റലിജന്റ് മൈൻഡ്, intelligent designer who knows the laws, he can only make a camera, he can only make a motor. അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്ത മോട്ടോറുകളൊക്കെ ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിസാമം വേണമെങ്കിൽ, ജീവനുള്ള ഈ സംവിധാനം, ഈ ലൈഫ് തനിയെ വന്നെന്ന് പറഞ്ഞ് ശുദ്ധ അബദ്ധമല്ലേ? അങ്ങനെ വരാനൊക്കെ കോടി വർഷങ്ങൾ കൊടുത്താൽ, വർഷം കൊടുത്തുകൊണ്ട് പ്രയോജനമുണ്ടോ? വർഷം കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. എത്ര വർഷം കൊടുത്താലും ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി ഉണ്ടാകാനോ ജീവൻ തന്നെ ഉണ്ടാകാനോ സാധിക്കത്തില്ല. നിങ്ങളിലെല്ലാം ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടർ നിങ്ങളുടെ തലയിലുണ്ട്. ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കണം, ചിന്തിക്കണം, ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ട് ഉത്തരം ഉണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് അദ്ദേഹത്തിന് ഡാർവിൻ്റെ സിദ്ധാന്തമാണ് ചെറുപ്പം മുതലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വൈ വി ആൻഡ് ദി യൂണിവേഴ്സ് എക്സിസ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത. എപ്പോഴും നിങ്ങൾ ചെറുപ്പക്കാരാണ് എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറുപ്പക്കാരാകുമ്പോൾ സത്യം മനസ്സിലാക്കി തിരുത്താനുള്ള സംവിധാനമുണ്ട്. പ്രായം ചെന്നവർക്ക്, അവർ ബയോളജിയിൽ ഇത് പഠിച്ചവർക്ക് തിരുത്താൻ പ്രയാസമാണ്. ചെറുപ്പം മുതലേ അത് പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് യുവാക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കുകയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് ആ സൃഷ്ടാവായ ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ അറിയാനായിട്ട് ഇനിയും നിങ്ങൾ പരിശ്രമിക്കണം. ഒരു പ്രോട്ടീൻ മോളിക്യൂൾ പോലും ചാൻസിൽ ഉണ്ടാകാനൊക്കത്തില്ല. അതിന് ഇൻഫാക്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു 2 സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രവിക്രമ സിംഗ് എന്ന് പറഞ്ഞു. കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. മറ്റൊന്ന് സർ ഫ്രെഡ്ഹോയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടേണ്ട ഒരു ആസ്ട്രോണമറാണ്. രണ്ടുപേരും കൂടെ ക്യാൻ ലൈഫ് ഒറിജിനേറ്റ് ബൈ ചാൻസ്. കാരണം ഒരു ലൈഫിൽ ഒരു 2000 ഒരു സെൽ 2000 അമിനോ ആസിഡ് ഉണ്ടാകാനൊക്കുമോ എന്ന് സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു ചാൻസ് ഈസ് 1 in 10⁻40,000. അതുകൊണ്ട് 1972 തോന്നുന്നു സൺഡേ മെയിൽ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ പത്രത്തിലെ ഫ്രണ്ട് വെണ്ടക്കാഷ്ടത്തിൽ എഴുതുന്നത് there has to be a God. When 2 skeptic scientists put their head together and they found that there has to be a God. കാരണം എന്താണ്? ലൈഫ് ഉണ്ടാകാനുള്ള ചാൻസ്, സെല്ലുണ്ടാകാനുള്ള ചാൻസ് 1 in 10⁻40,000. 10⁻40,000 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 40,000 പൂജ ഇടുന്ന സംഖ്യ. അതേസമയം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ 100 ബില്യൺ ഗാലക്സികളുണ്ട്. 10,000 കോടി ഗാലക്സികൾ കാണും. ഒരു ഗാലക്സി തന്നെ 10,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രം നമ്മുടെ സൂര്യൻ്റെ വലിപ്പമാണെങ്കിൽ എന്തുമാത്രം ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഉണ്ടെന്നറിയോ? 10⁻80 ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി 10⁻80. 1 കഴിഞ്ഞിട്ട് 80 പൂജ ഇടുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളൂ ഈ പ്രപഞ്ചം മുഴുവനും. അപ്പം 10⁻40,000 എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഖ്യ. അതുകൊണ്ട് ചാൻസിൽ ലൈഫ് ഉണ്ടാകാനൊക്കെ. അതുകൊണ്ട് ഫ്രെഡ്ഹോയിലും ചന്ദ്രമുഖാൻ എ ടൊർണാഡോസ് ഫ്ലോയിങ് ത്രൂ എ ജങ്കിയാർഡ് ആൻഡ് അസംബ്ലിങ് എ ബോയിങ് 747 പ്ലെയിൻ. ഒരു പ്ലെയിൻ്റെ പാർട്സ് എല്ലാം കൂടി ഒരു ജങ്കിയാർഡിൽ ഇട്ടിരിക്കുക. നമ്മൾ അഗ്രികൾച്ചർക്കാർ വണ്ടിയുടെ അടുത്തില്ലേ എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ്റെ പാർട്സ് എല്ലാം ഇടുക. അവിടെ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായിട്ട് ഒരു പ്ലെയിൻ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതയുള്ളെന്ന് 10 എന്ന് വെച്ചാൽ 0. അങ്ങനെ സാധ്യതയില്ല. യുവാക്കന്മാരായ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കുകയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്ത് സൃഷ്ടാവായ ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ അറിയാനായിട്ട് ഇനിയും നിങ്ങൾ പരിശ്രമിക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയേ വന്ന കർമ്മ
കാണ്ഡമേ നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ? ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. വിലാസം വീണ്ടും പറയുന്നു. ജീവജലം പോസ്റ്റ് 4 പുതുപ്പള്ളി PO കോട്ടയം 11